ഹലോ ഫാമിലി, വെൽക്കം ആൻഡ് വെൽക്കം ബാക്ക് ടു ബീനമീസ് ലൈഫ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? 2025 തീരാനായിട്ട് ഇനി വെറും 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പം നിങ്ങൾ ഈ 2025 പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടത്തിയായിരുന്നോ? ഞാനും കുറേ കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. 25 സ്ഥലങ്ങളിൽ പോകണം, 25 ബുക്സ് വായിക്കണം, പിന്നെ ചെറിയ ചെറിയ കുറച്ച് കാര്യങ്ങളും കൂടെ ഞാൻ ഇങ്ങനെ എൻ്റെ ആഗ്രഹങ്ങളുടെ ലിസ്റ്റിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. 25 സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ലെങ്കിലും കുറേ സ്ഥലങ്ങളിലൊക്കെ പോയി കുറേ ബുക്സൊക്കെ വായിച്ചു. അപ്പം ഈ 2025 നടത്തണം എന്ന് ഞാൻ വിചാരിച്ചിരുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹെയർ കളർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അപ്പം എൻ്റെ ഹെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെരി ലെസ് കുറച്ചേ ഉള്ളൂ. അപ്പോൾ അതും ഇങ്ങനെ സ്മൂത്തനിങ് ഒക്കെ ചെയ്ത് മൊത്തം പൊട്ടിപ്പൊടിഞ്ഞ് കേടായിട്ടിരിക്കുന്ന ഹെയറായിരുന്നു. ഞാനിങ്ങനെ പോകുന്ന പാർലറിൽ ഹെയർ കളർ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ അവർ പറയും ഓൾറെഡി ഹെയർ മുഴുവൻ ഡാമേജ് ആണ്. അപ്പം നമ്മൾ ഹെയർ കളറൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും കൂടി കൂടുതലായിട്ട് ഡാമേജ് ആവും എന്നൊക്കെ പറയും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, ഞാൻ തന്നെ വീട്ടിൽ ചെയ്യാം. ഏതായാലും ഞാൻ എൻ്റെ മുടി മുഴുവൻ നരച്ച മുടിയാണ്. അപ്പം ഞാൻ ഹെയർ കളർ ചെയ്യാറുണ്ട്, ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് ബ്രൗൺ അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തവണ ചെയ്യുമ്പോൾ കുറച്ച് മാറിയിട്ട് കുറച്ചുകൂടെ കളർഫുൾ ആയിട്ടുള്ളത് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ലോറിയൽ പാരീസിൻ്റെ 360 ബ്ലാക്ക് ചെറി, ഇതിപ്പോൾ ഫ്രണ്ട് ക്യാം ആയതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ബ്ലാക്ക് ചെറി ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. എങ്ങനെയാണ് ഇതിൻ്റെ റിസൾട്ട് വരിക എന്നൊന്നും അറിയില്ല, എന്നാലും ആഗ്രഹമുണ്ട്, ഒന്ന് സാധിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ ഇന്ന് ഈ ബ്ലാക്ക് ചെറി കളർ ചെയ്യുന്നതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പം ഈ ഒരു പാക്കറ്റിനകത്ത് ഇത് കളറൻറ്റ് ക്രീം, പിന്നെ അതിൻ്റെ ഡെവലപ്പർ ക്രീം ഗ്ലോസ്, പിന്നെ ഈ ലീഫ്ലെറ്റും ഒരു ഗ്ലൗസും ഉണ്ട്. ഞാൻ ആ ഗ്ലൗസ് യൂസ് ചെയ്യുന്നതാണ്. ഈ ഗ്ലൗസ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ട് എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളതൊക്കെ. അത് ഞാനൊന്നെടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഈ ക്രീമിനകത്തോട്ട് ഡെവലപ്പറിനകത്തോട്ട് ഈ കളറൻറ്റ് ആഡ് ചെയ്യണം. അപ്പം ഞാനിതൊന്ന് ആഡ് ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ ഇതിലേക്ക് ആ കളറൻറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിനി നമ്മൾ നന്നായിട്ട് ക്ലോസ് ചെയ്തിട്ട് ഷേക്ക് ചെയ്ത് മിക്സ് ചെയ്യണം. നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ ക്യാപ്പ് ഊരി മാറ്റണം എന്ന് അതിനകത്തുണ്ടായിരുന്നു. അപ്പം ഈ കണ്ണാടിയൊക്കെ ഊരി മാറ്റി കുറച്ച് വാസ്ലിൻ തേക്കട്ടെ. നമുക്ക് ഈ കളറൊക്കെ നമ്മളുടെ സ്കിന്നിലൊന്നും പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് വാസ്ലിൻ എന്ന് വിചാരിച്ചു. വാസ്ലിൻ തന്നെ വേണമെന്നില്ല, ഏതെങ്കിലും മോയ്സ്ചറൈസർ ക്രീമോ എന്തെങ്കിലും മതി. അതാകുമ്പോൾ നമ്മുടെ സ്കിന്നിൽ അത് പിടിക്കാതിരിക്കും. പിന്നെ തേക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇന്നരെയുള്ള മുടിയിലൊക്കെ അത് തേച്ച് വെച്ചാൽ ചിലപ്പോൾ കളർ അതിൽ പിടിക്കില്ല. മുടി ആകെപ്പാടെ ഒരു ശകലം മുടിയാണുള്ളത്. ഇതിലാണ് ഞാൻ ഈ താജ്മഹൽ പണിയാൻ വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താവോ എന്തോ. ഗ്ലൗസ് ഇടട്ടെ. ദൈവമേ, എണ്ണിച്ചേക്കണേ. ഓരോരോ ആഗ്രഹങ്ങൾ. റൂട്ട് വഴിയൊക്കെ ഇതിനെ ഇങ്ങോട്ട് ഒഴിക്കണം എന്നൊക്കെയാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനൊക്കെ തന്നെ എൻ്റെ കയ്യിലോട്ട് അങ്ങനെ ഒഴിച്ചിട്ട് ഇങ്ങോട്ട് വാ. വേണ്ട, ഇപ്പം ഈ ഒരു പർപ്പിൾ കളർ ആയിട്ടുണ്ട്. പർപ്പിൾ അല്ലേ ഇത്? അപ്പം ഞാൻ കുറേ നാൾ മുമ്പ് ബ്ലാക്ക് കളറ് ചെയ്തിരിക്കുന്നത് കാരണം എൻ്റെ റൂട്ട് മാത്രമേ ഉള്ളൂ. ശരിക്കും ഇപ്പോൾ എന്താ പറയുക, ഗ്രേ ആയിട്ടുള്ളൂ. ബ്ലാക്ക് ആണ്. രണ്ടും കൂടെ കഴിയുമ്പോൾ രണ്ടും രണ്ട് കളറായിട്ട് ഇരിക്കുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു സംശയം. ഭയങ്കര ചൂടാണ്. ഫാനൊന്നും ഓൺ ചെയ്യാം. ഞാനിപ്പോൾ ഓൾമോസ്റ്റ് തേച്ചിട്ടുണ്ട്. എക്സ്ട്രാ ഉള്ളത് ഈ മുടിയിലേക്ക് കുറച്ച് തേച്ച് കൊടുത്തേക്കാം. കുറച്ച് നന്നായിട്ടൊന്ന് കളർ പിടിക്കട്ടെ. ആകെയുള്ള സ്വത്താണിത്. അപ്പം ഞാൻ എൻ്റെ തലയിൽ എല്ലായിടത്തും നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് വാഷ് ചെയ്തിട്ട് വരാം. നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് ഇപ്പോൾ 25 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നല്ല കളേഴ്സൊക്കെ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ വാഷ് ചെയ്തിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ ഹെയറൊക്കെ വാഷ് ചെയ്തിട്ട് വന്നിട്ടുണ്ട്.
പക്ഷേ എനിക്കങ്ങനെ വലിയ കളറൊന്നും തോന്നുന്നില്ല. കണ്ണാടിയിൽ നോക്കിയിട്ടാണെങ്കിലും അങ്ങനെ കളറൊന്നും തോന്നുന്നില്ല. ചിലപ്പോൾ വെയിലത്തേക്ക് ഇറങ്ങുമ്പോഴായിരിക്കും കളർ ഉണ്ടാവുക. പുറകെ നോക്കിയിട്ട് കാണുന്നുണ്ടോ എന്തെങ്കിലും കളർ? ഈ ലൈറ്റ് അടിച്ചപ്പോഴത്തേക്കിനും എന്താണ്ട് ഇവിടെയൊക്കെ ഒരു റെഡോ ബ്രൗണോ ഒക്കെ കളർ ആണോ? എന്തായാലും ഞാനിത് നന്നായിട്ടൊന്ന് ഉണക്കിയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാം നമുക്ക്. വെയിലത്തേക്ക് ഇറങ്ങി വന്നപ്പോഴത്തേക്ക് വെയിലൊന്നും ഇല്ല ഇവിടെ. അപ്പം ജസ്റ്റ് നമ്മുടെ ഗ്രേ ഹെയറിൽ മാത്രം കളർ പിടിച്ചിട്ടുണ്ട്. ഇത് കണ്ടോ? അപ്പോൾ ബ്ലാക്ക് ഹെയറിൽ അത്രയും വലിയ കളറൊന്നും പിടിച്ചിട്ടില്ല. എന്നാലും കുഴപ്പമില്ല. എനിക്ക് എൻ്റെ ആഗ്രഹം സാധിക്കാൻ പറ്റാത്തതിൻ്റെ സങ്കടം മാത്രമേ ഉള്ളൂ. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.